വിവാദ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഗതാഗത മന്ത്രി സി.പി. ജോൺ. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചത് എന്നാണ് ന്യായീകരണം. യാത്ര ചെയ്യാൻ പോലും സാമ്പത്തികമില്ലാത്ത സ്ത്രീകളുണ്ട് എന്നും തന്റെ വാക്കുകൾ വിവാദമുണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ട് ഇല്ലെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. പ്രിയദർശിനി ബസിന്റെ വിജയം അല്ലെങ്കിൽ ആ സ്കീമിന്റെ വിജയം നമ്മുടെ ദാരിദ്ര്യത്തിന്റെ പ്രതിഫലനമാണ്. ഞങ്ങളുടെ വിജയമല്ല. ഇവിടെ ഇത്രയും കട്ട പിടിച്ച ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ദാരിദ്ര്യമേ എടുത്തു കളഞ്ഞു എന്നാണല്ലോ കഴിഞ്ഞ ഗവൺമെൻറ് പറഞ്ഞത്. ദാരിദ്ര്യം ഇല്ലല്ലോ. പക്ഷേ ഈ ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണ് ഇത്രയും വലിയൊരു റിഫ്ലക്ഷൻ ഉണ്ടായത്, അല്ലേ? അതുകൊണ്ട് അതിലേക്ക് ജനങ്ങൾ കണ്ണു തുറക്കണം, ഗവൺമെൻറ് കണ്ണു തുറക്കണം. ഇത്രയും അധികം ആളുകൾ ഒരു ചെറിയ ബസ് കാശ് പോലും ഇല്ലാതെ വിഷമിക്കുന്നു. ആ വിഷമിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെല്ലാവരും കണ്ണു തുറക്കണം. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ പൊതുജനാരോഗ്യം, പൊതുവിദ്യാഭ്യാസം, പൊതുഗതാഗതം, ഈ മൂന്നിലുമാണ് ഊന്നേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്. മുഴുവനുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ഗതാഗത മന്ത്രി സി.പി. ജോൺ പറഞ്ഞ വാക്കുകളെ ഒന്ന് ന്യായീകരിച്ചെടുക്കാൻ. എന്തായാലും മന്ത്രി എന്താണ് പറഞ്ഞത് എന്നുള്ളത് പൊതുജനങ്ങൾ കേട്ടു, ഇപ്പോഴത്തെ ന്യായീകരണവും കേട്ടു. എന്താണ് മന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് രേഷ്മ? രാഖി, മന്ത്രി നേരത്തെ നടത്തിയ വിവാദ പ്രസ്താവനയിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതായത് നേരത്തെയുള്ള പ്രസ്താവന എന്ന് പറയുന്നത് കാശു വേണ്ടാത്ത പ്രിയദർശിനി ബസ്സിലേക്ക് സ്ത്രീകൾ തള്ളിക്കയറുന്നു, മാത്രവുമല്ല ഈ സ്വകാര്യ സ്കൂളുകളിലൊക്കെ തന്നെ മക്കളെ പഠിപ്പിച്ചിട്ട് പിന്നീട് സ്വകാര്യ ആശുപത്രികളെ സമീപിക്കാതെ നേരെ സർക്കാർ ആശുപത്രിയിലെ വരാന്തയിൽ ഭർത്താവിനെയും അച്ഛനെയും കൊണ്ടുവന്ന് കിടക്കുകയാണ് എന്നുള്ളതാണ് നേരത്തെ പരമായിട്ടുള്ള പരാമർശം എന്നുള്ള രീതിയിൽ സി.പി. ജോൺ പറഞ്ഞത്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു ലെവലേശം പോലും മാറ്റമില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് നടത്തിയിട്ടുള്ള വിശദീകരണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കേരളത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ പറഞ്ഞത് എന്നുള്ളതാണ് സി.പി. ജോൺ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് മാത്രവുമല്ല, ഈ കേരളത്തിൽ സ്ത്രീകൾ ദാരിദ്ര്യം അനുഭവിക്കുന്നതായിട്ട് അഭിനയിക്കുന്നു എന്ന് താൻ പറഞ്ഞിട്ടില്ല. നേരത്തെയുള്ള പരാമർശം വിവാദമുണ്ടാക്കിയതിൽ തനിക്ക് യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടില്ല. താൻ ഉൾപ്പെടുന്ന രാഷ്ട്രീയ നേതൃത്വം ഈ സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള ദാരിദ്ര്യത്തെക്കുറിച്ച് ഇതുവരെ അറിയാതിരുന്നത് സങ്കടകരമാണെന്നുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ന്യായീകരണമാണ് ഗതാഗത മന്ത്രി സി.പി. ജോൺ പറഞ്ഞിട്ടുള്ളത്. സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിനിടെ മന്ത്രി പറഞ്ഞത്. പക്ഷേ അതിൽ യാതൊരു കുറ്റബോധവും മന്ത്രിക്കില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള വസ്തുത. കാരണം സ്ത്രീകൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു, കാശ് വേണ്ടാത്ത പ്രിയദർശിനി ബസ്സിൽ തള്ളിക്കയറുന്നു എന്നുള്ള ഒരു പരാമർശം, അത് ഏറെയും സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശം തന്നെയാണ്. എന്തായാലും അതിൽ താൻ അടിയുറച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് സി.പി. ജോൺ ഇന്നും വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നുവെന്ന് അഭിനയിക്കുന്നതായി താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഈ വിവാദമൊക്കെ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നോടൊരു വിശദീകരണം ചോദിക്കുക കൂടിയാകാമായിരുന്നു എന്നും സി.പി. ജോൺ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. രാഖി.